യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവിക സമാധാനം കൈപിടിച്ച് നടത്തുന്ന ഒരു നല്ലൊരു ദിവസം, ദൈവിക സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദിവസം ഏറെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 18-ാം അധ്യായം 13-ാം തിരുവചനം. മനുഷ്യൻ്റെ സഹതാപം അയൽക്കാരോടാണ്, എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു, അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയൻ ആടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ മക്കൾക്കും ദൈവം ആരാണ് എന്നുള്ള ഒരു വ്യക്തത തരുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിച്ചത്. നമ്മുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽക്കാരോടോ നമുക്കറിയാവുന്നവർക്കോ അവർക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ ഓർത്ത് സഹതാപപ്പെടുന്നതാണ് നമ്മുടെ സ്വഭാവം. എന്നാൽ ദൈവം ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളോടും, അത് മനുഷ്യനാണേലും മൃഗമാണേലും ഇഴജന്തുക്കളാണേലും സസ്യലതാദികളാണെങ്കിൽ, താൻ എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനോടെല്ലാം ആർദ്രത പുലർത്തുന്നവനാണ്. ചെറിയവനെന്നോ വലിയവനെന്നോ നോക്കാതെ എല്ലാവരോടും ആർദ്രത പാലിക്കുന്നവന്. നമ്മൾ ഒന്നോ രണ്ടോ പേരോട് സഹതാപം കാണിക്കുമ്പോൾ ദൈവം ഈ ലോകത്തോട് മുഴുവൻ ആർദ്രതയുള്ളവനായിരിക്കും. ചില സമയത്ത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ശാസിക്കുന്ന ഒരു പിതാവായിരിക്കും. നമ്മൾക്ക് ശിക്ഷണങ്ങൾ തന്ന് നേർവഴി നടത്തുന്ന ഒരു നായകനാകാം. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം തെറ്റുകളുണ്ടായാലും കൂട്ടം തെറ്റിപ്പോകാതെ തൻ്റെ ആടുകളെയെല്ലാം വളരെ കൃത്യതയോടെ നോക്കുന്ന ഒരാട്ടിടയനെ പോലെയാണ് നമ്മുടെ സ്നേഹനിധിയായ ദൈവമായ കർത്താവ്. നിങ്ങൾക്ക് എന്തെല്ലാം കുറവുകളുണ്ടായാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടാലും, നിങ്ങൾ ആ കൂട്ടായ്മയിൽ നിന്നും പിരിഞ്ഞു പോകാതെ നിങ്ങളെ മാറോട് ചേർത്ത് പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന, നിങ്ങളോടെപ്പോഴും ആർദ്രതയോടെ നിൽക്കുന്ന ഒരപ്പൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നതും ആ അപ്പൻ്റെ മക്കളായി കഴിയുന്നതും. ആരും നിങ്ങളോട് സഹതാപം കാണിച്ചില്ലേലും ദൈവം നിരന്തരം നിങ്ങളോട് ആർദ്രതയോടെ പെരുമാറുന്നവനാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ നാവ് ഉയർത്തുക.
അവൻ്റെ തണലിലും സംരക്ഷണയിലുമാണ് നമ്മൾ കഴിയുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ദൈവിക പരിപാലനയിൽ ആയിരിക്കുന്നതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ 830 കോടി മക്കളെയും ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമുക്ക് അവരെല്ലാം സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും നാഥനും ദൈവവും സ്നേഹനിധിയായ പിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.